ബുദ്ധാശ്രമങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു കോപ്പ ചായ വെറുതെ ആതിഥ്യത്തിൻ്റെ അടയാളം മാത്രമല്ല, ഇങ്ങനെ ഉണർവിലേക്കുള്ള ക്ഷണമാണ്. ആൻ ഇൻവിറ്റേഷൻ ടു അവേക്കണിങ്. ചായ കുടിക്കാന്ന് പോലെയല്ല അവർ പറയുന്നത്, ടീ സെറമണി എന്നുള്ള കൃത്യമായ ചട്ടങ്ങളും ചിട്ടയും സെറമോണിയിൽ നിന്ന് വിശേഷിപ്പിക്കാവുന്ന തൊങ്ങലുകളുമൊക്കെ ആയിട്ടാണ് നിങ്ങൾക്കൊരു കോപ്പ ചായ ആചാര്യൻ വിളമ്പുന്നത്. അതിൻ്റെ ഗൗരവം സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം ചായ അവരെ സംബന്ധിച്ചിടത്തോളം തളർത്തത് പോലും ഈ ധ്യാനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ്. ഒരു ബുദ്ധാചാര്യൻ രാത്രി മുഴുവൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ധ്യാനിക്കാനായിട്ട് തീരുമാനിച്ചു. പുലരിയിലെപ്പോഴോ ഈ മനുഷ്യൻ ഒന്ന് മയങ്ങിപ്പോയി. അപ്പോൾ അയാൾക്ക് അയാളോട് തന്നെ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. ഇത്രയും ഒരു നേരത്ത് ഉണർന്നിരിക്കാനായിട്ട് തനിക്ക് പറ്റാതെ പോയതിനെക്കുറിച്ച് ഓർത്തിട്ട് സങ്കടത്തിൽ ഈ മനുഷ്യൻ തൻ്റെ ഈ ഐലിറ്റ്സ്, ഈ കൺപോള പിഴുതെറിഞ്ഞ് കളയുക. അവരതിനും അതിനപ്രോഗ് ചെയ്യും. അങ്ങനെ നിലത്ത് വീണ ഈ കൺപോളകൾക്ക് പതുക്കെ പതുക്കെ ഇങ്ങനെ വേരുമുളച്ചു, അതിലും തളിർപ്പുകളുണ്ടായി. അങ്ങനെ ഉണ്ടായ ഒന്നിൻ്റെ പേരാണ് ചായച്ചെടി. അതുകൊണ്ടാണ് ഇപ്പോഴും ഒരു കോപ്പ് ചായ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കം അത്ര എളുപ്പമല്ല, ഉണർവിലായിരിക്കുക. അത് തന്നെയാണ് പ്രധാനം. നീളം ഈ സുവിശേഷത്തിലൊക്കെ യേശു പറയുന്നൊരു വാക്കുണ്ട്, ജാഗ്രത. അതില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന കൂടി ഒരു കഥ കൂടി യേശു പറയുന്നുണ്ട്. ഒരാളിങ്ങനെ അയാളുടെ വയലിൽ വിത്ത് വിതച്ചു, എന്നിട്ട് ഇത്തിരി നേരം വരമ്പത്ത് പോയി കിടന്നു. ആ നേരത്ത് ശത്രു വന്നിട്ട് കള വിതച്ചു. ഈ ഉണർന്നു വരുമ്പോഴുള്ള പ്രശ്നം ഏതാണ് കളയെന്നും ഏതാണ് ഈ പറഞ്ഞ കൊയ്ത്തിനാവശ്യമുള്ളതെന്നും പിടുത്തം കിട്ടുന്നില്ല. യേശുവിൻ്റെ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ മനുഷ്യർ അവരുടെ പക വീട്ടിയത് ഇങ്ങനെ ഒരുക്കിയ തോട്ടങ്ങളിലേക്കോ വയലുകളിലേക്കോ ഇങ്ങനെ കളകൾ എറിഞ്ഞുകൊണ്ടാണ്. അത്രയും ഒരേപോലെ ഇരിക്കുന്നത് കൊണ്ട് ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ വേർതിരിക്കാനെന്നുള്ള എളുപ്പമല്ല. അവരതിനെ വിളിക്കുന്ന വാക്ക് ഇംഗ്ലീഷിലൊരു മോശം വാക്കാണ്, ബാസ്റ്റാർഡ് വീറ്റ് എന്ന് പറയുന്നത്, ദ്വാരഗോതമ്പ്. അത്രയും ഒരേപോലെ ഇരിക്കുന്നത്. അപ്പോൾ ഇത്തിരി നേരം ഒന്ന് കണ്ണുപൂട്ടി കഴിഞ്ഞാൽ, ഇത്തിരി നേരം ഒരു മയക്കം സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് വേണ്ടതെന്നും എന്താണ് വേണ്ടതല്ലാത്തതെന്നും പിടുത്തം കിട്ടാത്ത വിധത്തിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവുകയാണ്, ഉണർവിലായിരിക്കുക. ഒരു ഫ്രഞ്ച് കവിത ചെറുപ്പത്തിൽ എപ്പോഴോ അതിൻ്റെ ഒരു വിവർത്തനം വായിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് രാപ്പാടികൾ പാടാൻ തുടങ്ങിയെന്നുള്ളതാണ്. രാപ്പാടികൾ മറ്റേതൊരു കിളികളെ കണക്കും ഒരു കാലത്ത് ഇങ്ങനെ പകൽ മുഴുവൻ അലഞ്ഞ് അന്തിയിൽ വിഷുച്ചിലകളിൽ ചേക്കേറിക്കൊണ്ടിരുന്നൊരു സാധാരണ കിളിയായിരുന്നു. ഒരു വസന്തകാലത്ത് ഈ കിളികൾ ഇങ്ങനെ മുന്തിരിവള്ളികളുടെ മീതെ ഇങ്ങനെ ചേക്കേറിയിരിക്കുക. ആ പ്രത്യേക കാലത്തിൽ ഈ മുന്തിരിക്കൊരു പ്രത്യേകതയുണ്ട്, അതിൻ്റെ ഈ ടെൻഡ്രിൽസ് ഉണ്ട്. അത് വളരെ വേഗത്തിൽ ഇങ്ങനെ വലുതാവും. കണ്ടച്ചു തുറക്കുന്നതിനേക്കാൾ വേഗത്തിൽ അതിൻ്റെ ഈ പറഞ്ഞ ടെൻഡ്രിൽസും ഇങ്ങനെ വളർന്നു വരും. അപ്പം ഇങ്ങനെ പുലരിയിൽ ഈ പറഞ്ഞ മുന്തിരിത്തോപ്പിൽ ചേക്കേറി ഈ കിളികൾ വലിയൊരു വിഷമത്തോടുകൂടിയാണ് ഉണരുന്നത്. കാരണം ഈ ടെൻഡ്രിൽസ് വന്നിട്ട് അതിൻ്റെ ഈ കാൽപാദങ്ങളെ, കൊക്കുകളെയൊക്കെ ഇങ്ങനെ വരികി മുറുക്കി. അതോടുകൂടി നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം ഇതാണ്, ഉറങ്ങിപ്പോയത് കൊണ്ടാണ് ഓരോരോ കാര്യങ്ങൾ തങ്ങളെ വലിച്ചു മുറുക്കുന്നത്. അതുകൊണ്ട് ഉണർന്നിരിക്കാൻ തീരുമാനിച്ചു. ആ ഒരു പ്രത്യേക ഋതു കഴിയുന്നവരെങ്കിലും ഉണർന്നിരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഉണർന്നിരിക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയ മാർഗമാണ് ഇങ്ങനെ പാടാനായിട്ട് ശ്രമിക്കുക. ആദ്യമൊക്കെ പാട്ടത്ര എളുപ്പമല്ലായിരുന്നു. പിന്നെ ദിനങ്ങളോളം പാടി ആ ഋതുവിൻ്റെ ഒടുവിൽ ഇങ്ങനെ അവ കൃത്യമായ വാനമ്പാടികളായിട്ട് മാറിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വാനമ്പാടികളായിട്ട് മാറി. അപ്പോൾ തെല്ലെന്ന് മയങ്ങിക്കഴിഞ്ഞാൽ ഓരോരോ കാര്യത്തിൻ്റെ ടെൻഡ്രിൽസ് വന്നിട്ട് നമ്മുടെ കഴകളെ കെട്ടും എന്നൊരു ബോധം തന്ന ഒരു കവിതയായിരുന്നു. ഞാൻ വിചാരിക്കുന്നു അതൊരു ഫ്രഞ്ച് എഴുത്തുകാരിയായ കോളറ്റ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരുടെ കവിതയാണത്.